അപ്പുവേട്ടാ ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? വർക്കിനൊന്നും പോകുന്നില്ലേ? ഇവിടുത്തെ കാര്യം ആകെ പരിങ്ങലിലാണ്. നീ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. പെണ്ണിന്റെ ചിരി കണ്ടില്ലേ? ഞാണ് ഒരു കിളിയൊക്കെ കിളിച്ച് മനക്കല കേശവന്റെ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പേരാണ് കള്ളം കേശവൻ. നാട്ടുകാർക്ക് കേശവനാണെങ്കിലും എനിക്കിപ്പോഴും നിങ്ങൾ എൻ്റെ അപ്പുവേട്ടൻ തന്നെയാണ്. എനിക്കറിയാം എന്നതിനാണ്. പേരിൽ എന്തിരിക്കുന്നു, വർക്കിലാണ് കാര്യം. നല്ലൊരു കള്ളൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് 5 ശാസ്ത്രജ്ഞന്മാരുടെ ബ്രെയിനിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആ കസേരയ്ക്ക് എടുത്ത്. പന്നിക്കോട്ട് ദേവീക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തുള്ള മാങ്കുളം വീട്ടിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് ദുബായിൽ നിന്നും 5 കിലോ സ്വർണമായിട്ട് വന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാ ഒരു കൈ നോക്കിയാലോ? അതെല്ലാം ഞാൻ അറിഞ്ഞതാ. എൻ്റെ അടുത്ത ലക്ഷ്യം അതാണ്. സമയവും സന്ദർഭവും ഒത്തു വന്നാൽ അടുത്ത വർക്ക് ബുദ്ധിപരമായി നീങ്ങിയാൽ ബാങ്ക് കവർച്ചയുടെ കാര്യമില്ല. എവിടെയെങ്കിലും പോയി ഒരു 10 സെൻറ്റ് സ്ഥലവും വീടും മേടിച്ച് മാന്യമായി നമുക്ക് താമസിക്കാം. പിന്നെ വീട് മാത്രം പോരാ, എല്ലാ മുറിയിലും AC വേണം. പിന്നെ ഒരു അടിപൊളി കാറും വേണം. മക്കളെ 2 പേരും ഡോക്ടർമാരാക്കണം. ഇതെല്ലാമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇന്നലെയാണ് അയാൾ വന്നത്. 2 ദിവസം ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് സ്വർണം ലോക്കറി വെക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഞാനത് പൊക്കിയിരിക്കും. പന്നിക്കോട്ട് ഭഗവതി 5 കിലോ സ്വർണം കിട്ടിയ നാട്ടുകാരുടെ മുമ്പിൽ കൂടി ഞാനൊരു നടപ്പ് നടക്കും. എന്നിട്ട് വേണം ഞാൻ അകത്ത് പോകാൻ. വേഗം പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ അതും കൊണ്ട് ആമ്പിള്ളേര് പോകും. ആരാ? അപ്പോടാ
അപ്പോട്ടാ ഏടി അമ്പിളി, പോട്ടാ, നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലേ? ഇത്ര നാളെ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അമ്പിളി, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ അമ്പിളി എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. നമ്മുടെ പ്രണയാതെ ഓർമ്മയുണ്ടോ? ശരി അപ്പോട്ടാ, അപ്പോട്ടിന് ഓർക്കാത്ത സമയമില്ല. എന്റെ അച്ഛൻ എന്നെ ഒരു മരങ്ങോടിനെ കൊണ്ടാ കല്യാണം കഴിപ്പിച്ച്. അയാളുടെ മുഖം ഒട്ടകത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നത്. 24 മണിക്കൂറും ചാവച്ചോണ്ടിരിക്കും. കണ്ടാൽ അറപ്പ് വരുമെന്നേ. എന്താ പോട്ടെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എടി, എത്ര വർഷമായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ട്. ഞാൻ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ മരങ്ങോടൻ എന്ത് ചെയ്യും? വന്നിട്ട് കണ്ടില്ല. അപ്പോട്ടും പേടിക്കണ്ട, അയാള് ബാംഗ്ലൂർ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരുമോ. ഇനി 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാനിനി നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. ഇനി എൻ്റെ ലോകം ഇവിടെയാണ്. അപ്പം നമ്മുടെ ഹണിമൂൺ എവിടെയാ? അതൊക്കെ അപ്പോഴും തീരുമാനിച്ചാൽ മതി. ഞാൻ തയ്യാറാ. പുള്ളിക്കാരനെ 10 ദിവസം ലീവേ ഉള്ളൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. 10 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. നമുക്ക് ഒരു ഗോവ ട്രിപ്പ്. ഓക്കെ? ഹലോ അമ്പിളി, നീ എവിടെയാ? നമ്മുടെ സ്വർണ്ണവും പണവും നോക്കിക്കൊള്ളണേ. കള്ളൻ കേശവന്റെ നാടാ, ചുറ്റും കണ്ണു വേണം. എൻ്റെ ചേട്ടാ, കള്ളന്മാർ വന്ന് അലമാരി തപ്പിയിട്ട് അങ്ങ് പോകും. ഞാൻ കിടക്കുന്ന കട്ടിലിനടിയിലല്ലേ സ്വർണ്ണമൊക്കെ ഒളിപ്പിച്ചു വെച്ചേക്കണത്. നീ ഒന്ന് വീഡിയോ കോളിൽ വന്നേ, എനിക്കൊന്ന് നിന്നെ കാണണം. നല്ല സമയത്താ വീഡിയോ കോൾ വരാൻ പറഞ്ഞേ. ഒന്ന് വെച്ചിട്ട് പോ മനുഷ്യ, എനിക്ക് വേറെ ജോലിയുണ്ട്. ആരോ ചുമക്കുന്നുണ്ടല്ലോ, ആരാ അത്? അല്ലേ, ഇത് നല്ല കൂത്ത്. എനിക്കൊന്ന് ചുമക്കാനുള്ള സ്വാതന്ത്ര്യം പോലില്ലേ. ഒന്ന് വെച്ചിട്ടൊന്ന് പോയി. വീഡിയോ കോളിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് ഒട്ടകത്തിനൊന്ന് കാണാമായിരുന്നു. ഇതൊക്കെ എങ്ങനെയാ സാധിക്കണത്? അതാണ് പെണ്ണുങ്ങൾ. ഒതുക്കേണ്ട സമയത്ത് ഒതുക്കും. എന്റെ ചക്കര അടുത്തുള്ളപ്പം ഞാൻ അങ്ങനെ പിടുത്തം കൊടുക്കുവോ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ടല്ലേ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ ഒരു റോസപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുക. ബാല്യവും യൗവനവും കൈകോർത്ത് പിടിച്ചവരാരും മരണം വരെ ഒന്നും മറക്കില്ല. എന്റെ ഹൃദയത്തിൽ ഒരാൾക്കേ സ്ഥാനമുള്ളൂ, അത് നീയാ. മരണം വരെ അതവിടെ ഉണ്ടാവും. ജീവിത സാഹചര്യത്തിൽ പിരിയേണ്ടി വന്നതിന്റെ ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ആരും ആയമയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വാ, കേറിയിരിക്കും. ഞാൻ അടുക്കളയെ കുറച്ച് ജോലിയിലായിരുന്നു. അശോകൻ വന്നെന്ന് മോളി പറഞ്ഞു. പിന്നെ ഒരാള് തെക്കും വടക്കും നോക്കി ഇവിടുത്തെ മതിൽ ചാരുന്നത് കണ്ടു. പിന്നെ നോക്കിയിട്ട് ആളെ കാണുന്നില്ല. ഇത് പറയാനാ ഞാൻ വന്നത്. ഇങ്ങോട്ടാരും വന്നില്ല. വല്ല ആക്രക്കാരും വേസ്റ്റ് പെറുക്കാൻ വന്നതായിരിക്കും. മോളെ സൂക്ഷിച്ചോണം കേട്ടോ. ആരെയും വിശ്വസിക്കരുത്. ഈ നാട്ടിലൊരു കള്ളൻ കേശവനുണ്ട്. എനിക്ക് അവനെ പോലെ തോന്നുന്നു. നിങ്ങൾ പുതിയ താമസക്കാരായതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ചേച്ചി പറഞ്ഞത് നന്നായി, ഞാൻ ശ്രദ്ധിച്ചോളാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പോട്ടിനറിയോ കള്ളൻ കേശവനെ? ഈ പേരിൽ നാട്ടിലൊരു കള്ളനുണ്ട്. അയാൾ മതിൽ ചാടുന്ന കണ്ടെന്ന് പറയാൻ ആ ചേച്ചി വന്നത്. അപ്പോനറിയാവോ അയാളെ? എനിക്ക് അയാളെ നന്നായിട്ടറിയാം. കായംകുളം കൊച്ചുണ്ണിയും മീശമാധവനും പോലെ അല്ല അയാള്. കട്ട മുതൽ വീതം വയ്ക്കുന്ന നല്ലൊരു മനുഷ്യനാണ് അയാൾ. നാട്ടുകാർക്ക് അയാൾ ദൈവമാണ്. കള്ളൻകേശവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെപ്പറ്റി ആർക്കും ഒരു ദോഷവും പറയാനില്ല. അത്രയ്ക്കും മിടുക്കനാണ്. അതുപോലൊരു കള്ളൻ എൻ്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്.
പണ്ട് നീ എൻ്റെ വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്ത് പാത്തും പതുങ്ങിയും എൻ്റെ ബെഡ്റൂമിൽ വന്നത് ഓർമ്മയുണ്ടോ? എന്നെ ഹിപ്നോട്ടിസം ചെയ്ത് ഉളക്കി കെടുത്തിയ ശേഷം നീ കാണിച്ച സ്നേഹപ്രകടനങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട്. സത്യത്തിൽ അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. നീ അത് ഇതൊന്നും പറയണ്ട. വേണ്ടി വന്നാൽ ഇനി ഞാൻ ഇനി ഹിപ്നോട്ടിസം ചെയ്യും. എങ്കിലും ഒന്ന് കാണട്ടെ. നീ എന്നെ ഉറക്കണം. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ചോദിക്കണം നിന്റെ സ്ഥാനം എന്താണെന്ന്. ഞാൻ നിന്നെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാണ്. ഇവിടെ ഇരിക്ക്. നീ ഉറങ്ങുകയാണ്. നീ ഉറങ്ങിക്കഴിഞ്ഞു. അമ്പിളി, നിന്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞു. നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആരെയാണ്? എൻ്റെ അപ്പൂട്ടനെ. അപ്പൂട്ടൻ വന്ന് വിളിച്ചാൽ നീ ഇറങ്ങിപ്പോകുമോ? ഞാൻ പോവും. അലമാരിയിൽ എത്ര ലക്ഷം രൂപയുണ്ട്? എത്ര ലക്ഷം രൂപയുണ്ടെന്നറിയില്ല. താക്കോല് തലേണയുടെ അടിയിലുണ്ട്. ഇവിടെ എത്ര കിലോ സ്വർണമുണ്ട്? ഞാൻ എടുത്തോട്ടെ? അശോകൻ ചേട്ടൻ കൊണ്ടുവന്നത് കട്ടിലിനടിയിലുണ്ട്. നിന്റെ കഴുത്തിലെ ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഞാൻ ഊരിയെടുത്തോട്ടെ? അപ്പോട്ടനെ എടുത്തോ. അമ്പിളിക്കുട്ടി, സ്വർണവും ക്യാഷും ആഭരണങ്ങളും ആരാ എടുത്തെന്ന് ചോദിച്ചാൽ അശോകനോട് എന്ത് പറയും? കള്ളൻ കേശവൻ കൊണ്ടുപോയെന്ന്.